ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോണ. വെറൈറ്റി എന്ന് വെച്ചാൽ 80s 90s കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന ഒരു മുട്ടായിയാണ്. ഞങ്ങളൊക്കെ എന്റെ കുഞ്ഞിലെ ഉണ്ടായിരുന്നു, ഇപ്പൊ അധികം ഉണ്ടോ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ സംഭവം, ഇപ്പോഴാണ് കേൾക്കുന്നത്. അതുകൊണ്ട് മൈദാമാവും ശകല ഉപ്പും എണ്ണയും കൂടെ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് ഇട്ടാരെ കുറച്ച് എണ്ണ, നെയ്യൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. നമ്മളിവിടെ ചേർക്കാം. നല്ലോണം കുഴച്ചെടുത്ത് ചക്കക്കുരു ഉണ്ടല്ലോ അതേപോലെ നമ്മള് നല്ലോണം ഇതാക്കി എടുക്കണം. അമ്മയടുത്ത് മാമിയടുത്തൊക്കെ പറഞ്ഞപ്പോ അവര് പറയുന്നു ഈ കാര്യം. അവർക്ക് എല്ലാവർക്കും അറിയാം. അവര് മുമ്പ് പഠിക്കാൻ പോകുമ്പോ ഇതൊക്കെ മേടിച്ച് കഴിക്കുമായിരുന്നു കടയിൽ നിന്ന്. ഇപ്പൊ അതൊന്നും ഇല്ല കടയിലൊന്നും ഈ മുട്ടായി. ഞാൻ കഴിച്ചിട്ടുണ്ട് കുഞ്ഞിലെ. തോനെ മേടിച്ച് കഴിക്കുമെന്ന് പോകുമ്പോ. നമുക്ക് വെള്ളം ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. ഇളക്കിയൊക്കെ എടുത്ത് ഇതിന് അതിന്റെ ഷേപ്പൊക്കെ ആക്കിയിട്ട് കാണിച്ചേക്കാം. ചക്കക്കുരു പോലെ ആക്കിയിട്ട് കാണിച്ചേക്കാം. നമ്മളിവിടെ ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. മാവ് കുറച്ച് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചേട്ടാ ഒരു 20 മിനിറ്റ്. നമ്മളുടെ ചക്കക്കുരു ഷേപ്പിലാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പഞ്ചസാര ലായനിയില്, പഞ്ചസാര ശർക്കര ഏതായാലും മതി, നമ്മൾ പഞ്ചസാരയാണ് എടുക്കുന്ന, അതിൽ കുറച്ച് മുക്കി വെക്കണം. എന്നിട്ട് കാണിക്കാം. നമ്മളിവിടെ പഞ്ചസാര ഇട്ടിരിക്കുന്ന ശർക്കര ഇല്ലാത്തതുകൊണ്ട് ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെന്ന് എടുക്കണം. എങ്കിലേ അകം എല്ലാം വേവത്തുള്ളൂ. ശ്രദ്ധിക്കണം. ബ്രൗൺ കളർ കിട്ടണം. ഇനി ഇതെല്ലാം ആയിട്ട് കാണിക്കാം അമ്മേ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു ഉണ്ടായി കൊള്ള നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും. കൊള്ളാല്ലേ? ഫുഡ് കളറും കൂടെ കൊണ്ട് ചുമന്നിരുന്നായിരുന്നു. നമ്മളിപ്പോ അതൊന്നും ഇട്ടില്ല. ശർക്കര മുട്ടായിയുടെ കൂടെ ടൈപ്പ്. അത് ഞാൻ തിന്നു പറഞ്ഞതാ. നീ വിളപ്പെന്ന് പറഞ്ഞു ഇത്രയും താമസിച്ചത്. പറഞ്ഞില്ലേ? നമ്മൾ പറഞ്ഞില്ല. ഞാൻ ചോദിക്കുവായിരുന്നു. അതാണ് കുടിച്ചിട്ട് മുടി ഇങ്ങനെ വന്ന് കയറിയപ്പോ അവരുണ്ടാക്കുന്നില്ല. ഇപ്പൊ 10 മണി ഉണ്ടായി. വീഡിയോ കണ്ടപ്പം പണ്ടത്തെ നൊസ്റ്റാൾജിക്കൊന്നും ഉണ്ടായി വരികയില്ല. പിന്നെ കാണാം. ബൈ. ബൈ.